അപ്പം പിന്നെ അടി തുടങ്ങിയേക്കണ്. അടിക്കുവാണോ? ആഹാ, അപ്പൊ എന്തോ കാര്യം ഉണ്ടല്ല. എന്താ അപ്പ കാര്യം? ഒരു കാര്യമുണ്ട്. ആഹാ, ഒരു കാര്യമില്ലാത്തോണ്ട് ഞങ്ങൾ അടിക്കാണ്ടിരിക്കുവായിരുന്നു. ഇപ്പൊ കാര്യമായില്ലേ? ആ പിന്നെ എന്റെ അമ്മ, അതും അപ്പന്റെ കാര്യേ. നിപ്പരടിടാ. ഇനി പറയപ്പാ, എന്താ കാര്യം? അപ്പനൊരു സങ്കടം ഉണ്ടടാ. അപ്പന്റെ മനസ്സ് ഇന്ന് ഒരുപാട് വേദനിച്ചടാ. പറഞ്ഞത് കേട്ടോ, അപ്പന്റെ മനസ്സ് വേദനിച്ചത്. അപ്പൊ രണ്ടര അടിക്കണ്ടേ? പിന്നെ ഇന്ന് പിടിച്ച അപ്പൊ ഞാൻ അടിക്കണ്ട. അപ്പൊ ഞങ്ങളിങ്ങനെ കുടിയന്മാരാക്കാട്ട് ഇനിയെങ്കിലും അപ്പൊ കാര്യം പറഞ്ഞു പിടിച്ചേ. അപ്പന് നിങ്ങളോടൊരു പ്രത്യേക കാര്യം പറയാനുണ്ട്. പറയപ്പാ. അവൻ പോയി ഞങ്ങൾ എങ്ങനെ ചിരിച്ചു കളിച്ച് നടന്നവരാടാ. ഇന്ന് അവന്റെ കണ്ണിലെ വേദന ഞാൻ കണ്ടു. ഒരു കാര്യം ആലോചിക്കുമ്പോ എനിക്ക് സന്തോഷമുണ്ട്. ഞാനൊന്ന് വീണുപോയാലും എന്റെ ഇടവും ബലവും നിൽക്കാൻ എന്റെ പൊന്നോമനും മക്കളുണ്ടിരിക്കും. അപ്പൻ എന്ത് തേങ്ങയൊക്കെയാണ് ഈ പറയണത്? ഞാനൊരു കാര്യം തീരുമാനിച്ചു. എന്റെ മക്കള് എനിക്കത് നടത്തി തരണം. ആദ്യം അപ്പനെ നടത്തി തരാം. ഇനി വന്നേ, ഞാൻ പറയട്ടെ. എന്റെ വലിയൊരു ആഗ്രഹമാണ്. പറഞ്ഞു എനിക്ക് സ്വർഗത്തിൽ പോണടാ. അപ്പം പറയപ്പാ, അപ്പന്റെ ഏതാഗ്രഹവും ഈ ജിൻഡോ നടത്തി തരും. ഈ ജിജോയും. ഉറപ്പാണോ? എന്നാ പറയാം. എടാ മക്കളെ, അപ്പം മരിച്ചാൽ അമ്മച്ചിയുടെ കുഴിമാടത്തിന്റെ തൊട്ടടുത്ത് അടക്കും. അടക്കരുത്. പിന്നെ പഠിക്കാൻ കൊടുക്കണം. മെഡിക്കൽ കോളേജിലെ പിള്ളേർക്ക്. എന്തിന്? എന്ത് കാര്യത്തിന്? പിന്നെ ഒരു പുണ്യാളം വന്നു ഒന്ന് പോയപ്പാ. വയസ്സാം കാലത്ത് വേറെ പണിയൊന്നുമില്ലെന്ന് പറയുന്നത് ചിന്തിച്ചു കൂട്ടിട്ടേ ഒന്ന് പോയേ. വയസ്സൊക്കെ ഉണ്ടാവുള്ള എങ്ങനെ ചിന്തിക്കാൻ. ഇത്രയും കാര്യമായി വളർത്തി നിങ്ങളെ ഇവിടം വരെ ആക്കിയിട്ട് അപ്പന്റെ ആഗ്രഹം നടത്തി തരേണ്ടത് മക്കളുടെ കടമയാടാ. പറ്റിയല്ലേ? സെന്റിമെന്റ്സ് തുടങ്ങി. വേണ്ട, ചെല്ല്. മക്കക്കഞ്ഞി ദുഃഖക്കഞ്ഞിയാ. അപ്പോ അപ്പൻ ആഗ്രഹിച്ച പോലെ അപ്പനെ ഞങ്ങൾ മെഡിക്കൽ കോളേജിലെ പിള്ളേർക്ക് പഠിക്കാൻ കൊടുക്കാം. ഇപ്പൊ കൊടുക്കണോ? വേണ്ട, ചത്തിട്ട് മതി. ആഗ്രഹിക്കുന്നതിനൊക്കെ ഒരു പരിധിയിലടാ. ഒന്നുകിൽ സൗന്ദര്യം വേണം, അല്ലെങ്കിൽ സമ്പാദ്യം വേണം. ദൈവം സഹായിച്ചത് രണ്ടും നിങ്ങൾക്കില്ല. പിന്നെ നിങ്ങൾക്കൊക്കെ ആകെ ഉള്ളതേ നല്ല ചീത്തപ്പേരാണ്. ആ പേരും കൊണ്ട് ഇപ്പൊ പോയിട്ട് ഒരു കാര്യമില്ല. ഒരു പോസിറ്റീവ് കാര്യത്തിന് പോകുമ്പോ നെഗറ്റീവ് പറയല്ല. ഞാൻ പറഞ്ഞത് റിയാലിറ്റിയാ. കേട്ടിട്ടില്ലേ? റിയാലിറ്റി, യാഥാർത്ഥ്യം. നീ എന്റെ താളം വീട്ടിലും കേട്ട് അതിങ്ങ് വന്നാടാ. അവളുമാരെ വഴിക്ക് പോകും. രണ്ടാളും ഒറ്റയ്ക്ക് പോണ്ടാ. നീയൊക്കെ ഇടിയും കൊണ്ട് കിടക്കുമ്പോഴേ ഹോസ്പിറ്റലിൽ കൊണ്ടുപോകാൻ ആള് വേണ്ട. ഒരു നല്ല കാര്യത്തിന് ഇറങ്ങുമ്പോ ഇങ്ങനെ 3 പേരായിട്ട് ഇറങ്ങിയാൽ. നീ ഒരു വെള്ളം മേടിച്ചടാ. വെള്ളം ബാക്കി ആവശ്യം ഞാൻ മഞ്ജു വാങ്ങും. അത് മേടിച്ചു. ഓക്കേ, അപ്പൊ മഞ്ജ് പോയി. താങ്ക്സ് അളിയാ. ബാക്കി കാശ് സിപ്പപ്പായി ചപ്പിക്കോ. വിശ്വാസികളെ, സോദരരെ, ബ്രദേഴ്സ്, ഹല്ലേലൂയ. നിങ്ങൾ നിങ്ങളുടെ വിശ്വാസത്തിൽ മുറുകെ പിടിക്കുവിൻ. ഇനി കർത്താവായ യേശുവിന്റെ രാജ്യമാണ് വരാൻ പോകുന്നത്. അവൻ നിങ്ങളെ കൈവിടുകയില്ല. നമുക്കെല്ലാവർക്കും ഒന്നുചേർന്ന് എന്തൊക്കെ പറഞ്ഞാലും സെവാൻ ഒരു വിശ്വാസി തന്നെ അല്ലയോ? പള്ളിക്ക് വേണ്ടി എന്തൊക്കെ കാര്യങ്ങളാ ചെയ്യുന്നത്. ഇങ്ങനെയുള്ള 10 പേരുണ്ടെങ്കിൽ നമ്മുടെ പള്ളി എന്നേ രക്ഷപ്പെട്ടേനെ. പള്ളി രക്ഷപ്പെട്ടുകൊണ്ട് നിന്റെയൊക്കെ കുടുംബത്തിൽ വല്ല ഗുണമുണ്ടോ മണ്ടന്മാരെ എന്നാണ് പാശാൻ പറഞ്ഞത്. ദൈവമില്ല ഉണ്ടെങ്കിൽ ആശാനിക്ക് ഗതി വരുത്തോന്ന് ഇപ്പൊ പറഞ്ഞത്. അത് നീ പറഞ്ഞ കറക്റ്റാ. ദൈവം ഉണ്ടെങ്കിൽ അവനെ ഇങ്ങനെ ഉണ്ടാക്കി വെക്കോ? മനസ്സിലായില്ലേ? ആവതുള്ള സമയത്ത് പണിയെടുത്ത് 10 പൈസ ഉണ്ടാക്കാൻ പാശാൻ പറഞ്ഞത്. ഈ പറയുന്ന കേട്ട് കർത്താവിനെതിരെ എന്തെങ്കിലും പറഞ്ഞാണ്ടല്ലോ ഈ ഊളച്ചായത്ത് തന്നെ മൂത്തൊഴിക്കും. ഇതൊരു തുടക്കം മാത്രം. കർത്താവിന്റെ അത്ഭുത പ്രവർത്തനങ്ങൾ ഇനി കാണാൻ പോകുന്നതേ ഉള്ളൂ. ആശാനെ,
മരുന്ന് കഴിക്കുന്നുണ്ടല്ലോ അല്ലേ? കഴിക്കുന്നുണ്ട് അച്ഛാ. ആ, എന്നാൽ പിന്നെ ഞങ്ങൾ ഇറങ്ങട്ടെ. കാലത്ത് തുടങ്ങിയ യാത്രയില്ലയോ? 2 ദിവസം കൊണ്ട് ഇടവകയിലെ എല്ലാ വീട്ടിലും ചെന്ന് എത്തണം. എല്ലാവരും മുടങ്ങാതെ പള്ളിയിൽ പ്രാർത്ഥനയ്ക്ക് എത്തിക്കുന്നവരെ ഒരു സമാധാനമില്ല. എല്ലാം ശരിയാവും അച്ഛാ. എൻ്റെ എല്ലാമായ ആശാനെ ഈ അവസ്ഥയിലും നിങ്ങൾ പൊന്നുപോലെ നോക്കുന്നതിൽ എനിക്ക് വലിയ സന്തോഷമുണ്ട്. ആശാനെ, എങ്ങനെയുണ്ട്? നിനക്ക് സുഖാണോടാ? സുഖാണ്. നമ്മുടെ പഴയ പെരുന്നാൾ കാലമൊക്കെ ഓർക്കണണ്ടാ? ഇത് മേടിക്കാച്ചാ? അല്ല, ഞാനല്ലേ തരുന്ന ആശാൻ. എന്താ ഈ പറയുന്നേ? തവാനെ ഇറങ്ങണ്ട. വരുവാച്ച. ആ, അച്ഛാ വല്ലതും കഴിച്ചിട്ട് പോവാം. ഇപ്പൊ വേണ്ട അനിയമ്മേ. ആ ബെസ്റ്റ്. എന്റെ പെമ്പറന്നോത്ത് അച്ഛന്റെ മേടെ കൊണ്ടെന്ന് വെച്ചാൽ ഫുഡ് പിന്നെ ആര് കഴിക്കും? എന്നാ ഇങ്ങട് ആശാൻ കിടക്കണ കിടപ്പ് വേണ്ട. ആയ കാലത്ത് തന്നെ ഊത്തായിരുന്നു. ഗോൺസാൽവസ്, അല്ല ക്ലാരനറ്റ്. നമ്മളെ കൊണ്ടാവുന്ന പോലെ അവരെ സഹായിക്കണം. ആശാൻ വീണ് പോയത് കൊണ്ടാ. അല്ലേ എങ്ങനെ ജീവിക്കേണ്ട പിള്ളേരാ? ഒരു കണക്കിന് ആശാൻ ഭാഗ്യവാനാ. പണിക്കൊന്നും പോകണ്ടല്ലോ. ഇപ്പോഴും എപ്പോഴും സ്തുതിയായിരിക്കട്ടെ. ഇതൊക്കെ അറിയാവോ അച്ചോ? ഓ, സേബാനോസിന്റെ കൂടെ ഉറക്കം ഉറക്കത്തിക്കിട്ട് പിടിച്ചേരിക്കുള്ളൂ അല്ലടാ. മക്കളെ, നമുക്കിവരെ പള്ളിമേടയിൽ ഒന്ന് ഇറക്കിയിട്ട് പോവാം. ഓ നിങ്ങൾ എവിടെ പോയിട്ട് വരുവാടാ? പൂപ്പാറ പോയിട്ട് വന്നേപ്പാ. എടാ മക്കളെ, ഓട്ടോ ഒക്കെ ഉണ്ടോടാ? ഓ, കുറവാച്ചോ? ആ, എങ്ങനെ കുറയാതിരിക്കും? ദൈവഭയം വേണം. നീയൊക്കെ രാംദാസിന്റെ മക്കളുടെ പുറകെ കിടക്കാതെ ദൈവത്തോട് പ്രാർത്ഥിക്കുക. അതിനുമാരിക്ക് ഭർത്താവിന്റെ മുഖം ഓർമ്മ വേണ്ടേ? എല്ലാ സഭാനെ ഉപദേശം തുടങ്ങി. മക്കളെ, നിങ്ങളെ ഉപദേശിക്കാന്ന് വിചാരിക്കരുത്. നിങ്ങളുടെ പ്രായത്തിലുള്ള പിള്ളേർ കല്യാണം കഴിച്ച് പിള്ളേരൊക്കെ ആയിട്ട് നല്ല അന്തസ്സായിട്ട് ജീവിക്കും. എടാ, നീയൊക്കെ എന്താടാ ഇങ്ങനെ ആയിപ്പോയത്? നിങ്ങളുടെ അമ്മച്ചി മരിച്ച ശേഷം വേറെ കല്യാണവും കഴിക്കാതെ മക്കളെ ശരണമെന്നും പറഞ്ഞ് നിന്നെയൊക്കെ പൊന്നുപോലെ വളർത്തി വലുതാക്കി ഇവിടം വരെ എത്തിച്ച നിങ്ങളുടെ ഈ അപ്പനെ കുറിച്ച് നിങ്ങൾ എപ്പോഴെങ്കിലും വിചാരിച്ചിട്ടുണ്ടോ? ഈ പ്രായത്തിലും അങ്ങനെ അവിടെ ഇവിടെ നിന്നൊക്കെ കടവ് വാങ്ങിച്ച് നിനക്കൊക്കെ ജീപ്പിന് ജീപ്പ്, സ്കൂട്ടറിന് സ്കൂട്ടർ ഇതൊക്കെ വാങ്ങിച്ചു തരുന്നില്ലയോ? നിങ്ങൾ എപ്പോഴെങ്കിലും ഇങ്ങനെ കുറിച്ചൊന്ന് ആലോചിക്കാറുണ്ടോ? ആലോചിക്കാറില്ല. ഈടാ, ഈ 10-65 വയസ്സായിട്ടും നിനക്കൊക്കെ വെച്ചും വിളമ്പി തന്ന് നിന്റെയൊക്കെ തുണി കോണവരും നനച്ച് അങ്ങനെ നശിച്ചൊരു പരുവായിരിക്കുക. ഓ, 2 മക്കളും മാറി വന്നിരിക്കുന്നു. ആ പോട്ടച്ച, അവര് പിള്ളേരല്ലേ? ആ, എന്തിനാ യോമാരെ പറയുന്നത്? ഇയാളെ പറഞ്ഞാ പോരെ? വളർത്തു ദോഷം. ഇതാണ് ഞാൻ പറയണത്. മക്കളെ വളർത്തണമെങ്കിൽ തന്തയും തള്ളയും കൂടി ഒരുമിച്ച് വളർത്തണം. അല്ലെങ്കിൽ ഇവന്മാരെ പോലെ അല്ലേ സഭാനെ? ഗോൺസാൽവസ്, ഇറങ്ങിയ എന്താ സ്റ്റോപ്പ് എത്തി. ഗുഡ് നൈറ്റ്. സബാനെ, ഗുഡ് നൈറ്റ്. ശരി മക്കളെ, ഗുഡ് നൈറ്റ്. ഇവിടെ ഒന്ന് നിർത്തടാ. അപ്പാ, സങ്കടായപ്പാ. അവരത്രയൊക്കെ പറഞ്ഞിട്ടും അപ്പനെന്താ അപ്പൊ ഒന്നും മിണ്ടാത്തത്? ഞങ്ങള് അത്രയ്ക്ക് മോശപ്പെട്ടവരാണപ്പാ. ആരൊക്കെ എന്തൊക്കെ പറഞ്ഞാലും എൻ്റെ മക്കളെ എനിക്കറിഞ്ഞുകൂടെ? ഈ ലോകം മുഴുവനും നിങ്ങളെ തള്ളി പറഞ്ഞാലും നിങ്ങളുടെ അപ്പൻ നിങ്ങളെ ഒരിക്കലും തള്ളി പറയില്ല. എൻ്റെ മൊത്തല്ലേ നിങ്ങൾ? എൻ്റെ മേരി നിങ്ങളെ 2 പേരെയും എൻ്റെ കയ്യിൽ ഏൽപ്പിച്ചു പോയപ്പോൾ എന്നോട് ഒരു കാര്യമേ പറഞ്ഞുള്ളൂ. എൻ്റെ മക്കളെ പൊന്നുപോലെ നോക്കിക്കോണേന്ന്. സത്യം പറയടാ, നിങ്ങളെ 2 പേരെയും ഈ അപ്പൻ
പൊന്നുപോലെ അല്ലടാ നോക്കുന്നേ. അല്ലെന്ന് ഞങ്ങൾ പറഞ്ഞാപ്പ. അപ്പൊ ഓക്കെ, ഞങ്ങൾ ഇനി മുതൽ രണ്ടുപേരും പള്ളിയിലേക്ക് വന്നോളാം. ആ ഉറപ്പ്. ആ നല്ല കാര്യം. പക്ഷേ നാട്ടുകാരെ ബോധിപ്പിക്കാൻ വേണ്ടിയിട്ട് പള്ളിയിൽ പോയിട്ട് കാര്യമില്ല. ജീവിതം ഒന്നേ ഉള്ളടാ, അത് നിങ്ങളുടെ ഇഷ്ടത്തിന് ആസ്വദിച്ച് ജീവിക്കടാ. നിങ്ങളുടെ അപ്പനില്ലാത്ത വിഷമം ഇവിടെ ആർക്കും വേണ്ടടാ. പോയി പണി നോക്കാൻ പറയടാ ഓരോരുത്തരോടും. അതാണ് ഞങ്ങളുടെ അപ്പൻ. അത്രേ ഉള്ളൂ. എടാ, ദേ, സാധനം ഇരിപ്പുണ്ടോ? പിന്നെ ഇല്ലാണ്ടാ. എടുക്കടാ. എടാ മക്കളെ, ഓ ഇതൊക്കെ കാണാൻ എന്റെ മേരി ഇല്ലാതെ പോയല്ലോടാ. ഓർണോട് ഒഴിയടാ. അപ്പ കുറച്ച് വെള്ളമൊക്കെ ആകട്ടെ. എന്നാലും എന്റെ മേരി ആകാശത്ത് നക്ഷത്രമായി നിന്ന് ഇതെല്ലാം കണ്ട് സന്തോഷിക്കുന്നുണ്ടാവാം. ദേ നോക്കി കർത്താവേ, ഇത് കുറെ ഉണ്ടല്ലോ. എടി മേരി, മേരിയേ, ഇതിലേതാടി നീ? ഓ, മുകളിലത്തെ സ്റ്റാർ ഇല്ലെങ്കിൽ എന്താ, എന്റെ ഇടവും വലവും നിക്കുകയല്ലേ 2 സ്റ്റാറുകൾ. ഞങ്ങൾ സ്റ്റാർ ആണെങ്കിലേ അപ്പൻ സൂപ്പർ സ്റ്റാറാ. ഓ, എനിക്കതങ്ങ് സുഖിച്ചു. ഒഴിയട പറഞ്ഞോടെ.